ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 10th പ്രിലിംസ് എക്സാം സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ കീ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിലേറ്റഡ് ഫാക്ട്സ് അടക്കം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും കണക്റ്റഡ് പോയിൻറ്റ്സ് അടക്കം നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എത്രയാണ് മാർക്ക് കിട്ടിയതെന്നും കൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹങ്ങളുടെ രാജാവ്. ലോഹങ്ങളുടെ രാജാവ് ആരാണ്? സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ് അല്ലേ? സ്വർണ്ണമാണ് ലോഹങ്ങളുടെ രാജാവ്. നെക്സ്റ്റ് നമ്മുടെ ഓപ്ഷനിൽ വെള്ളിയുണ്ട്. വെള്ളിയുമായി ബന്ധപ്പെട്ട് പി എസ് സി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ് ഏറ്റവും മികച്ച വൈദ്യുത ചാലകം. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ് അല്ലേ? മെർക്കുറിയാണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം മെർക്കുറിയാണ്. അതുപോലെ തന്നെ മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ ആണ്. അതും ചോദിക്കാറുണ്ട്. മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ ആണ്. ഇനി വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ഏതാണ്? വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ഏതാണ്? പ്ലാറ്റിനമാണ്. ഓക്കെ, അപ്പോൾ ഈ കുലീന ലോഹങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവയാണ് കുലീന ലോഹങ്ങൾ. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണ്. അതുപോലെ തന്നെ മെർക്കുറിയുടെ പ്രധാനപ്പെട്ട അയിരാണെന്ന് പറയുന്നത് സിന്നബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാറ്റിനത്തെ കുറിച്ച് എന്താ പഠിക്കാനുള്ളത്? പ്ലാറ്റിനമാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഇപ്പോൾ സ്വർണ്ണത്തിൽ ചേർക്കുന്ന വെളുത്ത ലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പ്ലാറ്റിനമാണ്. വെളുത്ത ലോഹം അല്ലെങ്കിൽ വെളുത്ത സ്വർണം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്ലാറ്റിനമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. 2026 ഏപ്രിൽ 9-നാണ് 16ാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? ചട്ടമ്പി സ്വാമികൾ, പ്രാചീന മലയാളം, ആദിഭാഷ, അതുപോലെ തന്നെ വേദാധികാര നിരൂപണം എന്നീ കൃതികളൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ഇനി കല്ലുമാല സമരം, വില്ലുവണ്ടി യാത്രക്കാരുടേതാണ്. ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രശസ്തമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. ഓക്കെ, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുവാണ്. അത് ആ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറയുന്നത് ആരാണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കൃതിയാണ് ആത്മോപദേശ ശതകം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ട് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. രണ്ടാം ബുദ്ധൻ എന്ന ജി ശങ്കരക്കുറുപ്പ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അതുപോലെ തന്നെ എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറയുന്ന ആരുടെ വചനമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്തതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ ജാതിമീമാംസ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യന് കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ആദിഭാഷ, പ്രാചീന മലയാളം, അതുപോലെ തന്നെ വേദാധികാര നിരൂപണം. നെക്സ്റ്റ് അയ്യങ്കാളി.
പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? പുലയ രാജ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആരെയാണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ജനിക്കുന്ന എവിടെയാണ്? വെങ്ങാനൂറാണ് അല്ലേ? വെങ്ങാനൂറാണ്. പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വില്ലുവണ്ടി സമരം, അതുപോലെ തന്നെ വില്ലുവണ്ടി സമരവും അതുപോലെ തന്നെ കല്ലുമാല സമരവും. ഓക്കെ, ഈ രണ്ടെണ്ണം എന്തായാലും PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അയ്യങ്കാളിയാണ്. എന്നാണ്? 1907 അല്ലേ? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതെന്നാണ് 1907. അതും PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ നമുക്ക് SCERT പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ പുല്ല് മുളപ്പിക്കും എന്ന് പറഞ്ഞ ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, രാമവർമ്മ ശക്തൻ തമ്പുരാൻ. പ്രാചീന മലയാളമാരുടെ രചനയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടു അല്ലേ? ഒരു ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളമാരുടെ കൃതി ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. നെക്സ്റ്റ്, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒഡീഷയിൽ നിന്നാണ്. ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, EP രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? ഏത് കൃതിക്കാണ്? ഉൾക്കഥയാണ് അല്ലേ? ഉൾക്കഥയാണ്. EP രാജഗോപാലിൻ്റെ ഉൾക്കഥയാണ് കേട്ടോ. ഇനി 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ആർക്കായിരുന്നു? അരവിന്ദാക്ഷനാണ് അല്ലേ? കെ അരവിന്ദാക്ഷൻ. നോവൽ ഏതാണ്? ഗോപ എന്ന് പറയുന്ന നോവൽ ആരുടേതാണ്? കെ അരവിന്ദാക്ഷൻ്റെതാണ്. അദ്ദേഹമാണ് 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാരം EP രാജഗോപാലൻ, ഉൾക്കഥ. ഇനി 2024 ആരാണ്? 2024 കെ അരവിന്ദാക്ഷൻ. നോവൽ ചോദിക്കുകയാണെങ്കിൽ ഗോപയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? GV രാജ അവാർഡാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ വാതോർജ്ജ നിലയമാണ് അല്ലേ? വാതോർജ്ജ നിലയം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ല ആ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ക്യാൻസലാകാം, എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ കൂടുതലും NCERT ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ SCERTയും അതുപോലെ തന്നെ NCERTയും ഇതൊക്കെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്? ഹിമാലയത്തിലെ ലവണജല തടാകമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാക്കാസ് ആണ്. ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണ്? രാക്കാസ് ആണ്. ഓക്കെ, രാക്കാസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? രാക്ഷസ്ഥ റൂൾ തടാകം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അതാണ്. ഇതിൻ്റെ സ്ഥാനം വരുന്നത് ടിബറ്റ് സ്വയംഭരണ പ്രദേശം, അതായത് ചൈനയിലാണ്. കൈലാസ പർവ്വതത്തിനും മാനസരോവർ തടാകത്തിനും തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദിയായിട്ടുള്ള സത്ലജ് നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഈ രാക്ഷസ്ഥ റൂൾസ് തടാകത്തിൽ നിന്നാണ്. ഓക്കെ, രാക്കാസ് തടാകത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? സത്ലജ് നദി ഉത്ഭവിക്കുന്നത്. ഇപ്പോൾ ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ആൻസർ ഓപ്ഷൻ എ ആണ്, വൂളാർ തടാകമാണ് വരുന്നത്.
അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതുപോലെ തന്നെ ജലം നദിയുടെ ഒഴുക്കിലെ വക്രവലയങ്ങൾ കാരണമാണ് ഈ വൂളാർ തടാകം രൂപപ്പെട്ടത്. ഓക്കെ, ജലം നദിയുടെ ഒഴുക്കിലെ വക്രവലയങ്ങൾ കാരണമാണ് ഈ വൂളാർ തടാകം രൂപപ്പെട്ടത്. അതുപോലെ തന്നെ എന്താണ് ഈ വൂളാർ തടാകം? ജമ്മു കാശ്മീരിലെ പ്രശസ്തമായിട്ടുള്ള ഈ വൂളാർ തടാകം നദിയുടെ വക്രവലയം മൂലം രൂപപ്പെട്ട ഒരു വലിയ ഓക്സ്ബോ തടാകമാണ്. ജമ്മു കാശ്മീരിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? സമാധാനത്തിൻ്റെ പാലം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അമാൻ സേതു ആണ്. അമാൻ സേതു എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാശ്മീരിലെ ശ്രീനഗറിനെയും അതുപോലെ തന്നെ പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു അമാൻ സേതു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സമാധാനത്തിൻ്റെ പാലം എന്ന് ഇതിനറിയപ്പെടുന്നു. അതുപോലെ തന്നെ കാശ്മീരിലെ ശ്രീനഗറിനെയും പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അമാൻ സേതു. അതുപോലെ തന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ജലം നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിലെ അവസാന പോയിന്റായ കമാൻ പോസ്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിലെ അവസാന പോയിന്റായ കമാൻ പോസ്റ്റിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അമാൻ സേതു സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇനി മോളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിസോറാം ആണ് മോളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മൊളാസിസ് തടം എന്ന് പറയുന്ന പേര് വരാൻ കാരണം? എന്തുകൊണ്ടാണ്? അവിടെ എന്ന് വെച്ചാൽ മൃദുവായതും ഉറപ്പ് കുറഞ്ഞതുമായിട്ടുള്ള അവസാദ ശിലകൾ കൊണ്ടാണ് ഈ മിസോറാമിലെ ഭൂപ്രകൃതി രൂപപ്പെട്ടിരിക്കുന്നത്. എന്താണ്? മൃദുവായതും ഉറപ്പ് കുറഞ്ഞതുമായിട്ടുള്ള അവസാദ ശിലകൾ കൊണ്ട് നിർമ്മിതമായിട്ടാണ് ഈ മിസോറാമിലെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സവിശേഷതയാണ് മിസോറാമിന് മൊളാസിസ് തടം എന്ന പേര് നൽകിയത്. ഓക്കെ, ഇനി മിസോറാമിനെ കുറിച്ചിട്ട് വേറെ ചോദിക്കുന്ന PSC ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? നീലപർവ്വതം എന്നറിയപ്പെടുന്നത് ഏതാണ്? മിസോറാമിലെ തന്നെ ഉയർന്ന കൊടുമുടിയായിട്ടുള്ള ഫാങ് പുയി ആണ് നീലപർവ്വതം എന്നറിയപ്പെടുന്നത്. ഫാങ് പുയി എവിടെയാണ്? ഫാങ് പുയി മിസോറാമിലാണ്. അതുപോലെ തന്നെ മിസോറാമിലെ ഏറ്റവും വലിയ സ്വാഭാവിക തടാകമാണ് പാലക്ക് തടാകം. ഏതാണ്? പാലക്ക് തടാകമാണ്. മിസോറാം എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? മ്യാൻമറും ബംഗ്ലാദേശുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത ഓപ്ഷൻ സി ആണ്, പീർ പാഞ്ചൽ പാതയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത എന്ന് പറയുന്നത് T49 തുരങ്കമാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള, അതായത് ജമ്മു കാശ്മീരിലെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള T49 തുരങ്കമാണ്. അപ്പോൾ ഈ T49 തുരങ്കം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കാശ്മീരിലെ ഗാരി, അതുപോലെ തന്നെ സമ്പർ സ്റ്റേഷൻസ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന പർവ്വത നിരയാണെന്ന് പറയുന്നത് പീർ പാഞ്ചൽ പർവ്വതനിര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു T49 തുരങ്കം കടന്നു പോകുന്നത് ഈ പീർ പാഞ്ചൽ പർവ്വതനിരയിലൂടെയാണ്. അതിനാലാണ് പീർ പാഞ്ചൽ പാത എന്ന് പറയുന്ന ഇത് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ആൻസർ വരുന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും എന്താണ് ഈ പീർ പാഞ്ചൽ പർവ്വതനിരകളിലൂടെയാണ് ഈ ഒരു തുരങ്കം കടന്നു പോകുന്നത്. അതിനാൽ തന്നെയായിരിക്കണം പീർ പാഞ്ചൽ പാത എന്ന് പറയുന്ന ഒരു ആൻസർ കൊടുത്തിട്ടുള്ളത് വന്നിട്ടുണ്ടായിരിക്കാം കേട്ടോ. നമുക്ക് ആൻസർക്ക് വരുമ്പോൾ നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അടൽ തുരങ്കം അറിയാവുന്ന തുരങ്കമായിരിക്കും. എന്താണ് അടൽ തുരങ്കം? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം റോഡ് തുരങ്കം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അടൽ തുരങ്കമാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കം ചോദിക്കുകയാണെങ്കിലോ? ശ്യാമപ്രസാദ് മുഖർജി തുരങ്കമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ബി ആണ് വരുന്നത്, ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡ് ഹിമാലയാണ്. ഞാനത് റെക്കോർഡ് ചെയ്ത് കിട്ടിയില്ല കേട്ടോ.
അത് റെക്കോർഡായില്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? പഞ്ചപ്രയാഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? വിഷ്ണു പ്രയാഗ്, നന്ദപ്രയാഗ്, കർണാപ്രയാഗ്, അതുപോലെ തന്നെ രുദ്രാപ്രയാഗ്, ദേവപ്രയാഗ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഷാഹി പാതയാണ് അല്ലേ. ഷാഹി പാത എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ പഴയ പേരുകളിലൊന്നാണ് കേട്ടോ. ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ പഴയ പേരാണ് ഷാഹി പാത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന് സഡക് ഇ അസം, അതുപോലെ തന്നെ ബാദ്ഷാഹി സഡക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. ഈ ഗ്രാൻഡ് ട്രങ്ക് റോഡ് തന്നെയാണ് സഡക് ഇ അസം, ബാദ്ഷാഹി സഡക്ക്, അതുപോലെ തന്നെ ഷാഹി പാത എന്നിവയൊക്കെ പേര് മാറ്റിയിട്ടാണ് പുതിയ പേര് കൊടുത്തിട്ടുള്ളതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് കേട്ടോ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പാത ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശും ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദിഗ്ബോയ് ആണ് എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല. ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ് ദിഗ്ബോയ് അല്ലേ. ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാല ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനാണ് ഡോക്ടർ KN രാജ്. ശരിയാണോ? അല്ല അല്ലേ. നമുക്കറിയാം KN രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് KN രാജ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരിക്കും? എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ നീതിയായൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് PAQ തന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഗവർണർ. അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിട്ടില്ല കേട്ടോ, അതും തെറ്റാണ്. ഓക്കെ, ഇനി സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപകനാണ്. അത് ശരിയാണ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപകനാണ്. അതുപോലെ ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചത് ആരാ തന്നെയാണ്? ഡോക്ടർ KN രാജു തന്നെയാണ്. അപ്പോൾ അതും ശരിയാണ്. ഇവിടെ നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന. സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ സ്ഥാപകനാരാണ്? ഡോക്ടർ KN രാജു ആണ്. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചതുമായി തന്നെയാണ് ഡോക്ടർ KN രാജു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലിയാണ് അല്ലേ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്. അപ്പോൾ കിറ്റ് ഇന്ത്യ സമര നായകനാരാണ്? ജയപ്രകാശ് നാരായണനാണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അരുണ അസഫ് അലിയെ കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത്? എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? കാരണം 1942 കിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിലെ ഗുവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തിയ ധീര വനിതയാണ് അരുണ അസഫ് അലി. ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബോംബെയിലെ ഗുവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തിയ ധീര വനിതയാണ് അരുണ അസഫ് അലി. അതിനാൽ തന്നെ അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. റാഫി അഹമ്മദ് കിദ്വായി ആണ് അല്ലേ. അപ്പോൾ രാജ്കുമാരി അമൃത് കൗർ കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? രാജ്കുമാരി അമൃത് കൗർ കൈകാര്യം ചെയ്ത വകുപ്പ് ഏതാണ്? ആരോഗ്യമാണ് അല്ലേ. ആരോഗ്യമാണ്. രാജ്കുമാരി അമൃത് കൗർ കൈകാര്യം ചെയ്ത വകുപ്പ് ആരോഗ്യമാണ്. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദോ? അബ്ദുൽ കലാം ആസാദ് നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. അറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസമാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ജഗജ്ജീവൻ റാം എന്താണ്? തൊഴിലല്ലേ. തൊഴിൽ വകുപ്പായിരുന്നു അല്ലേ. ആദ്യത്തെ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് ആരായിരുന്നു? ജഗജ്ജീവൻ റാം ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാണ്? റാഫി അഹമ്മദ് കിദ്വായി ആണ്. ആരോഗ്യമാണെങ്കിൽ രാജ്കുമാരി അമൃത് കൗർ ആണ്. വിദ്യാഭ്യാസം മൗലാന അബ്ദുൽ കലാം ആസാദ്. തൊഴിലാണെങ്കിൽ ആരാണ്? ജഗജ്ജീവൻ റാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം
ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താ? ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? അംഗീകരിക്കാത്തതിന് കാരണമാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന് പറയുന്നത് അംഗീകരിക്കാത്തതിന് കാരണമാകും ഇല്ല അല്ലേ. ഓക്കെ, ഇനി വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ അത് ശരിയാണ് അല്ലേ. അത് എന്തായിരിക്കും? ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു തടസ്സമായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ അല്ലേ. രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിന് അതും ശരിയാണ്. ഇനി ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വരുന്നില്ല കേട്ടോ. അപ്പം അംഗീകരിക്കാത്തതിന് കാരണം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കൽ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ്, ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ഓക്കെ, അപ്പോൾ നേതാവ് എന്ന വിളിപ്പേരുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് അല്ലേ. അപ്പോൾ സർദാർ എന്ന് പറയുന്ന പേര് ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബർദോളി സത്യാഗ്രഹമാണ് അല്ലേ. ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് എന്നാണ് 1928 കേദാ സത്യാഗ്രഹങ്ങൾക്കും ബർദോളി സത്യാഗ്രഹങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലേ. അപ്പോൾ ബർദോളി സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് സർദാർ എന്ന് പറയുന്ന ഒരു വിളിപ്പേര് കിട്ടിയത്. ഓക്കെ, 1928 ഗുജറാത്തിലെ ബർദോളിയിൽ കർഷകർക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ ചുമത്തിയ അന്യായമായ നികുതി വർധനവിനെതിരെയാണ് വല്ലഭായ് പട്ടേൽ ഈ ഒരു സമരം നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമരത്തിൽ വിജയകരമായ നേതൃത്വത്തെ തുടർന്ന് അവിടുത്തെ സ്ത്രീകളാണ് ഈ സർദാർ എന്ന പേര് വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചപ്പാത്തി പ്രസ്ഥാനം എന്ന് ഏത് സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചപ്പാത്തി ലഹള എന്നറിയപ്പെടുന്നത് അല്ലേ. ചപ്പാത്തി ലഹള അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് അല്ലേ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറേ പേരുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഇതിലൊന്നാണ് ചപ്പാത്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്, ശിപ്പായി ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതെന്നാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് 1931 ഗുരുവായൂർ സത്യാഗ്രഹം. മലബാർ കലാപമോ 1921 മലബാർ കലാപം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മലബാർ കലാപങ്ങളെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യപ്രഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യപ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓക്കെ, ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണ്. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകിയിട്ടുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ അതായത് ലുധിയാനയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമ്മേളനം, ഓക്കെ, അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. എവിടെയാണ്? ലുധിയാനയിലാണ് അല്ലേ. ലുധിയാനയിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. എന്താണ്? പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു എന്ന് പറയുന്നതാണ് ശരിയായ പ്രസ്താവന തന്നെയാണ് അല്ലേ. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നെക്സ്റ്റ് എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിൽക്കുന്നതിനെ കുറിച്ചിട്ട്, ഓക്കെ, നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായി നിൽക്കുന്നതിനെയാണ് ഈ സമ്മേളനം എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും വേറിട്ട് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വേറിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സമ്മേളനം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എതിർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഓക്കെ, നാട്ടുരാജ്യക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നെന്ന് പറയുന്നു, അതും എന്താണ്? തെറ്റായ പ്രസ്താവന തന്നെയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്, എം വിശ്വേശ്വരയ്യ. നെക്സ്റ്റ്, ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്?
വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിന് എതിരെയായിരുന്നു. എതിരെയാണോ? അല്ല അല്ലേ, ഇത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം എന്താണ്, നമുക്കറിയാം ഈ ബോംബെ പ്ലാനിൽ 8 വ്യവസായികൾ, പ്രമുഖരായ 8 വ്യവസായികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. 1944 ഇന്ത്യയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ചേർന്നാണ് ഈ ബോംബെ പ്ലാൻ തയ്യാറാക്കിയത് തന്നെ. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണല്ലോ. നെക്സ്റ്റ്, വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. വ്യവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അത് ശരിയാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ആഗോള മൂലധന നിക്ഷേപത്തിനായിട്ട് വാദിച്ചു എന്ന് പറയുന്നു. അത് തെറ്റാണ്. കാരണം ഇതെന്ന് പറയുന്നത് ആഭ്യന്തര വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതായത് വിദേശ ആഗോള മൂലധന നിക്ഷേപവുമായിട്ടൊരു പങ്ക് വരുന്നില്ല. ഓക്കെ, ഇതെന്താണ്, കൂടുതലും ആഭ്യന്തര വ്യവസായങ്ങളുടെ വളർച്ചയ്ക്കാണ് വാദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അത് എന്താണ്, തെറ്റായ പ്രസ്താവനയാണ്. ഇനി ആസൂത്രിത സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്യാപ്റ്റൻ ലക്ഷ്മി അംഗമായിരുന്നില്ല. എന്നാൽ INAയുടെ വനിതാ വിഭാഗത്തിൽ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അല്ലേ. INAയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റൻ ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. എന്നാൽ INA സംരക്ഷണ സമിതിയിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗമായിട്ടില്ല. ബാക്കി ആരൊക്കെയാണ്? തേജ് ബഹദൂർ സപ്രു, ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ആസഫ് അലി അല്ലേ, ആസഫ് അലി, പിന്നെ ഭൂലാഭായ് ദേശായി തുടങ്ങിയ അഭിഭാഷകരും നേതാക്കളൊക്കെ ഈ ഒരു സമിതിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആസഫ് അലി, തേജ് ബഹദൂർ സപ്രു, നെഹ്റു, അതുപോലെ തന്നെ ആരാണ്? ഭൂലാഭായ് ദേശായി തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ ഈ INA സംരക്ഷണ സമിതിയിൽ അംഗമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? 4A പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് അല്ലേ. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതാണ് ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഭാഗം പറഞ്ഞു 4A എന്നാണ്. എങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? 51 അല്ലേ. 51 മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നതിലാണ് പാർട്ട് 3. ഇനി നിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നതിലാണ് പാർട്ട് 4 അല്ലേ. ഇനി റിട്ടുകളെ കുറിച്ച് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? റിട്ടുകളെ കുറിച്ച് പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? റിട്ടുകളെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം ഈ മൗലിക അവകാശങ്ങളുടെ ഭാഗത്ത് ഏറ്റവും ലാസ്റ്റിലെ ആർട്ടിക്കിൾ 32 ഈ ഒരു ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് റിട്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ, ഭാഗം 4A പ്രതിപാദിക്കുന്ന ഏതാണ്? മൗലിക കർത്തവ്യങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് 3 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചിട്ടാണ്? നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചിട്ടാണ്? ആലുവയിൽ വെച്ചിട്ടാണ് അല്ലേ. ആലുവയിൽ വെച്ചിട്ടാണ്. 1924 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അതിൻ്റെ പ്രവേശന കവാടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണല്ലോ. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ശരിയാണ് അല്ലേ. ഇനി പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാകുന്നു. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം അത് ആർക്ക് ലഭിക്കും? പൗരന്മാർക്ക് ലഭിക്കും. അതും ശരിയാണ്. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. അത് തെറ്റാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ കോടതി പരിഗണനയിലുള്ള വിവരങ്ങളും വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളൊക്കെ ലഭിക്കും നമുക്ക് ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്.
എന്താണ് ഉദ്യോഗസ്ഥൻ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ശിക്ഷ ചുമത്താവുന്നതാണ്. നമുക്കറിയാം 150 രൂപയല്ല അല്ലെ, എത്രയാണ് 250 രൂപ മുതൽ 25,000 രൂപ വരെയാണ് പിഴ വരുന്നത് അല്ലെ. 250 മുതൽ പരമാവധി എന്ന് പറയുന്നത് 25,000 രൂപ വരെയാണ് പിഴ വരുന്നത്. അപ്പോൾ അതും തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 3, 4 ആണ് തെറ്റായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ് വരുന്നത്? നോക്കാം. തടവറകളിലെ അതിക്രമം തടയൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെടുന്നവയാണ് അല്ലേ. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം അല്ലെ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, സ്ത്രീകളുടെ കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്ന് പറയുന്നത് ആരുടെയാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ വരുന്നവയാണ്. വനിതകൾ, കുട്ടികൾ, അതുപോലെ തന്നെ അന്തേവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജയിലിലെ അന്തേവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതുപോലെ തന്നെ നോക്കി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കലേ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെയൊക്കെ നടപടി എടുക്കുക എന്ന് പറയുന്നതൊക്കെ എന്താണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളാണ്. ഇവിടെ നോക്കിയാൽ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അത് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരമാണോ? അല്ല. ഈ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചുമതലയായിരിക്കണം ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരാ? ഓപ്ഷൻ എയിലെ വരാ. 1, 2, 4 ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ്, ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ചൂഷണത്തിൽ നിന്ന് അല്ലേ. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ്. നമുക്കറിയാം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 29ഉം 30ഉം ആണ് അല്ലേ. 29ഉം 30ഉമാണ് ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്നത് അല്ലേ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് എന്ത് വരുന്നത്? ഈ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അത് വരുന്നുണ്ടോ? തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. ഇനി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. ചൂഷണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. സ്ത്രീകളെയും കുട്ടികളെയും ചൂഷണം ചെയ്യുന്നത് തടയുക എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുന്നു എന്ന് പറയുന്നു. അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. കാരണം എന്താണ്? ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നതിൽ അതാണ് ആർട്ടിക്കിൾ 32 ആണ് അല്ലേ. ഈ ആർട്ടിക്കിൾ 32ലാണ് എന്തിനെ കുറിച്ചിട്ട് ഈ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ഈ ചൂഷണത്തിൽ പറയുന്നുണ്ടോ? അത് ഇല്ല. അപ്പം അതും തെറ്റായ പ്രസ്താവനയാണ്. ഇനി അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയാണല്ലോ. ഈ ചൂഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു കാര്യമല്ലേ ബാലവേല നിരോധന നിയമം. അതുപോലെ തന്നെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കലൊക്കെ എന്താണ്? ഈ ചൂഷണത്തിൽ നിന്നുള്ള മോചനം നേടാനുള്ള അവകാശങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ചൂഷണത്തിൽ നിന്നുള്ള മോചനം നേടാനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ് വരിക? 2ഉം 4ഉം അല്ലേ വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. ശരിയാണ് അല്ലേ. മൗലിക കടമയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് മൗലിക കടമകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക എന്ന് പറയുന്നതാണ് മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നുണ്ട്. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണല്ലോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. മൗലിക കർത്തവ്യങ്ങളിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്,
ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം ഏതാണ്? എന്താ ക്വസ്റ്റ്യൻ? ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് ഏത് ദിവസമാണ് എന്നാണ്? 1947 ജൂലൈ 22-നാണ് അല്ലേ? 1947 ജൂലൈ 22-നാണ് ദേശീയ പതാക അംഗീകരിച്ചത് അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്, അല്ലെങ്കിൽ എന്താണ് റിപ്പബ്ലിക് ആയതെന്ന് പറയാം അല്ലേ? ഭരണഘടന നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? 1950 ജനുവരി 26-നാണ്. ഇനി 1949 നവംബർ 26-നാണ് എന്താണ് പ്രത്യേകത? 1949 നവംബർ 26-ന് എന്താ പ്രത്യേകത? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. അതിനാൽ തന്നെ നവംബർ 26-ന് എന്താ പ്രത്യേകത? ഭരണഘടനാ ദിനം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? നവംബർ 26-നാണ്. ക്ലിയർ ആണല്ലോ. ഇനി ഓപ്ഷൻ എ തന്നിട്ടുള്ളത് നോക്കി നോക്കിയേ. 1947 ഓഗസ്റ്റ് 15. അതിൻ്റെ പ്രത്യേകത നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണ് 1947 ഓഗസ്റ്റ് 15-ൻ്റെ പ്രത്യേകത എന്ന്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണല്ലോ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായരാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് അല്ലേ? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം. അതുപോലെ തന്നെ വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ആരുമായി ബന്ധപ്പെട്ടതാണ്? വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം. ഇനി കെ.പി. കറുപ്പനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? കറുപ്പനുമായി ബന്ധപ്പെട്ടിട്ട് അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? കെ.പി. കറുപ്പനാണ് അല്ലേ? അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? കെ.പി. കറുപ്പനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ് വരുന്നത്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആൻസർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നിവ അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകൾ തന്നെയാണ്. ഈ സിറ്റിസൺ ഫോർ ഡെമോക്രസി എന്ന് പറയുന്നത് എന്ത് വരുന്നില്ല? മനുഷ്യാവകാശ സംഘടനയിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഗ്ലോബൽ വാച്ചും വരുന്നില്ല. ഗ്ലോബൽ വാച്ച് എന്ന് പറയുന്നത് വരുന്നില്ല. അപ്പോൾ അതിനാൽ തന്നെ 3ഉം 4ഉം ആണ് ഇവിടെ നമുക്ക് ആൻസർ വരേണ്ടത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്തില്ല? 3ഉം 4ഉം ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം, 3 കൊടുക്കാം. നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ്. മൂന്നാമത്തെ നീളം കൂടിയ നദി പമ്പയാണ്. നാലാമത്തെ ആണെങ്കിലോ ചാലിയാറാണ്. ഓക്കെ, 5 വണ്ണം എന്നാൽ എന്ത്? 5 വണ്ണം എന്നാൽ എന്താണ്? വാണിജ്യ സംഘമാണ്. പ്രാചീന തുറമുഖമായ മുസിരിസ് ഇതിലേത് സ്ഥലമാണ്? പ്രാചീന തുറമുഖമായ മുസിരിസ് ഏത് സ്ഥലമാണ്? ഇതാണ് കൊടുങ്ങല്ലൂരാണല്ലേ? കൊടുങ്ങല്ലൂരാണ് പ്രാചീന തുറമുഖമായിട്ടുള്ള മുസിരിസ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പ്രദേശത്താണ്. നമുക്കറിയാം സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഈ തുറമുഖം പിന്നീട് പെരിയാറിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് തകർന്നിടിഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പാലക്കാട് ചുരമാണ് തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്നത് അല്ലേ? തമിഴ്നാട്, കേരളത്തിലെ പാലക്കാട് ജില്ലയെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പാലക്കാട് ചുരമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പാലക്കാട് ചുരമാണ്. ഇനി ഇവിടെ നമുക്ക് ഈ വയനാട് മുതൽ കോഴിക്കോട് വരുന്ന കോഴിക്കോടിലെ വയനാട് മുതൽ കോഴിക്കോട് വരെ അല്ലേ? വയനാട് മുതൽ കോഴിക്കോട് വരെ ചോദിക്കുകയാണെങ്കിൽ താമരശ്ശേരി ചുരമാണ്. താമരശ്ശേരി ചുരം എന്നാണ് വയനാട് മുതൽ കോഴിക്കോട് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബോഡി നായ്ക്കന്നൂർ ചുരം അല്ലേ? ബോഡി നായ്ക്കന്നൂർ ചുരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇടുക്കി മുതൽ തമിഴ്നാട് വരെയാണ്. ഇടുക്കി മുതൽ തമിഴ്നാട് വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസ്റ്റ് കേന്ദ്രം, കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? തെന്മലയാണ് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം എന്താണ്? തെന്മലയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഇതിൽ എവിടെയാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം
79ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? സർവീസസ് ആണ്. 79ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 78ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ബംഗാളാണ്. 78ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? ബംഗാളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും 2019 മുതൽ PSC ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ക്ലാസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണും കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. എന്നാണ് നിർമ്മിച്ചത്? 1940-ലാണ് ഈ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, ഇനി ഇടമലയാർ എവിടെയാണ്? ഇടമലയാർ എവിടെയാണ്? എറണാകുളത്താണ് അല്ലേ? ഇടമലയാർ എറണാകുളത്താണ്. പേപ്പാറയാണെങ്കിൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഇടുക്കിയാണ്. നെക്സ്റ്റ്, മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെയാണ്? മലയാള സിനിമയുടെ പിതാവ് ആരാണ്? JC ഡാനിയേൽ ആണ് അല്ലേ? ഓപ്ഷൻ D ആണ്. JC ഡാനിയേൽ ആണ് മലയാള സിനിമയുടെ പിതാവ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? A.T. ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദേവസഭ ആരുടേതാണ്? കുമാര ഗുരുദേവൻ്റെതാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഇനി VT ഭട്ടതിരിപ്പാട് പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ്റെതാണ്. കുമാര ഗുരുദേവൻ അരയ സമാജം നമ്മൾ നോക്കി നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? കുമാര ഗുരുദേവൻ ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് എന്ന് പറഞ്ഞു. അരയ സമാജാരുടേതായിരിക്കും? അപ്പോൾ അരയ സമാജം KP കറുപ്പൻ്റെതാണ്. അരയ സമാജം KP കറുപ്പൻ്റെതാണ്. ഇനി ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, അതുപോലെ തന്നെ ഇതാണ് ആദിഭാഷ, പ്രാചീന മലയാളം എന്നിവയ്ക്ക് എന്താണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ് അല്ലേ? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തെറ്റായ പ്രസ്താവനകളേവ? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശരിയാണോ? ശരിയാണ് അല്ലേ? 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ. നോക്കിയോക്കി, ആരാണ് പ്രാചീന മലയാളം ആദിഭാഷയുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, ഒരു സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. തെറ്റാണല്ലേ? സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ അല്ലേ? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ D ആണ്. 2ഉം 4ഉം ആണ് തെറ്റായ പ്രസ്താവനകൾ. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? എന്താണ്? ഓപ്ഷൻ B ആണ്. മാപ്പിള കലാപമാണ് ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്. പഹാരിയ കലാപം, സന്താൾ കലാപം, കോൾ കലാപം എന്നിവയൊക്കെ എന്താണ്? ഈ ഗോത്രവർഗ കലാപങ്ങളാണ് അല്ലേ? പഹാരിയ കലാപം എന്ന് പറയുന്നത് എവിടെയാണായിരുന്നത്? പഹാരിയ കലാപം എവിടെയാണ്? ജാർഖണ്ഡിലാണ് പഹാരിയ കലാപം. സന്താൾ കലാപം എവിടെയാണ്? ബംഗാളിലാണ് അല്ലേ? ബംഗാളിലാണ് സന്താൾ കലാപം. ഇനി കോൾ കലാപം ഏതാണ്? കോൾ കലാപം ഛോട്ടാ നാഗ്പൂരിലാണ് കോൾ കലാപം. നെക്സ്റ്റ്, ക്ലിയർ ആണല്ലോ അല്ലേ? പഴശ്ശികലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതാണ്? പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം പഴശ്ശികലാപത്തിന്റെ പ്രധാന കാരണമായിരുന്നു അല്ലേ? ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം പറയുന്നത് തന്നെ എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം തന്നെയാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി ബ്രിട്ടീഷുകാരുടെ പണമായുള്ള നികുതി പിരിവ് അത് വരുന്നില്ല. വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം എന്ന് പറയുന്നത് ശരിയാണല്ലേ? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് എന്താണ്? വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കമായിരുന്നു. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിനെ കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകി
നൽകിയത്. അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കവുമാണ്. ആൻസർ ഓപ്ഷൻ എ 1, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സാധുജന പരിപാലന സംഘം ആരുടേതാണ്? അയ്യങ്കാളിയുടെ ആണല്ലേ. ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. നെക്സ്റ്റ്, ആഴമേറും നിൻ മഹസാമൊഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്നിവ ഏതിലെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലെ വരികളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ദൈവദശകം. ദൈവദശകം ശ്രീനാരായണ ഗുരു 1914 രചിച്ച പ്രശസ്തമായിട്ടുള്ളൊരു പ്രാർത്ഥനാ ഗീതമായിരുന്നു അല്ലേ ദൈവദശകം എന്ന് പറയുന്നത്. ഓക്കെ, ദൈവദശകത്തിലെ വരികളാണിവ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏതാണ്? പരസ്പര ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? മാവിലത്തോട് വേലുത്തമ്പി ദളവ. തെറ്റായ ജോഡിയാണ് അല്ലേ. മാവിലത്തോട് ആരുടേതാണ്? ആരുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി മണ്ണടി ആരുമായി ബന്ധപ്പെട്ടതാണ്? വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് വരുന്നത്. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ കീഴരിയൂർ ബോംബ് കേസ് ശരിയാണ്. മാപ്പിള ലഹള കാർഷിക മുന്നേറ്റം അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് പരസ്പരം ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാക്രമം അല്ലേ. സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കാം? ഏതാണ് ആൻസർ വരാ? നോക്കാം. മൊറാഴ സമരം നടന്നെന്നാണ്. 1940 മൊറാഴ സമരം. ഇനി കുണ്ടറ വിളംബരം 1809 കുണ്ടറ വിളംബരം. പൂക്കോട്ടൂർ കലാപം എന്ന പൂക്കോട്ടൂർ കലാപം 1921 പൂക്കോട്ടൂർ കലാപം. കുറിച്യ കലാപം എന്നാണ്. കുറിച്യ കലാപം 1812 അല്ലേ. കുറിച്യ കലാപം 1812. അപ്പോൾ ഏതാണ് ഓർഡർ വരെ നോക്കി? ആൻസർ ഓപ്ഷൻ ബി അല്ലേ വരെ. 1809, 1812, പിന്നെ 1920, 21, 40 അല്ലേ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം എന്ന് നടന്നത് 1821. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ ഏതാ വരാ? അഞ്ചുതെങ്ങ് കലാപമാണല്ലേ. ആദ്യം നടന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. എന്നാൽ സംഘടിത കലാപം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് എന്നാണ്? 1697. കുളച്ചിൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്? കുളച്ചിൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ആരാണ്? ഡിലനോയി അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിലനോയി. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സാ രീതിയാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ് എന്ന് പറയുന്നത് ഓർഗനോയിഡുകൾ എന്ന് പറയുന്നില്ലേ. ഓർഗനോയിഡ് എന്ന് പറയുന്നത് രോഗങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിനും അതുപോലെ തന്നെ മരുന്ന് പരീക്ഷണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ഓർഗനോയിഡാണ്. ഇനി നെക്സ്റ്റ് എന്താണ്? വായു മലിനീകരണം. ഓക്കെ, ഈ മാതൃക ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഓർഗനോയിഡാണ്. നെക്സ്റ്റ്, വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ലേഖനുകളല്ലേ. ലേഖനുകളാണ്. ലേഖനം എന്ന് വെച്ചാൽ പൊതുവായിട്ട് ഇപ്പോൾ അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ മലിനീകരണത്തോടൊക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സസ്യവിഭാഗമാണ് ലേഖനുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ സൾഫർ ഡയോക്സൈഡിൻ്റെ മലിനീകരണത്തോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സസ്യവിഭാഗമാണ് ലേഖനുകൾ എന്ന് പറയുന്നത്. ഇത് വായു മലിനീകരണം കൂടിയ പ്രദേശങ്ങളിൽ വളരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതിനാൽ തന്നെ ഇവയെ വായു ഗുണനിലവാരത്തിൻ്റെ മികച്ച ജൈവ സൂചകങ്ങളായിട്ടാണ്, അതായത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിൻ്റെ കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക.
പ്രസ്താവന എന്താണ്? മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ശരിയാണോ? ശരിയാണ് അല്ലേ. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിൻ്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അത് തെറ്റാണല്ലോ. കാരണം എന്താണ്? ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ ഏതിൽ വീഴുമ്പോഴാണ്? പെൺപൂവിൻ്റെ സ്റ്റിഗ്മയിൽ വീഴുമ്പോഴാണ്, തന്തുക്കളിലല്ല സ്റ്റിഗ്മയിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ശരിയാണ്. ആർ തെറ്റാണ്. നെക്സ്റ്റ്, കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ആരുടെയാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കല്യാൺ പൊക്കുടനെയാണ്. കല്യാൺ പൊക്കുടൻ. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, കല്യാൺ പൊക്കുടൻ. കറക്റ്റ് SCRT എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഇതാണ് മെലാട്ടോണിൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, മെലാട്ടോണിൻ. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് മെലാട്ടോണിൻ. നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. കട്ടികൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ എന്ന് പറയുന്നത്. ശരിയാണ്. നെക്സ്റ്റ്, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായിട്ടുള്ള രക്തക്കുഴലുകളാണ് എന്തെന്ന് പറയുന്നത്? സിരകൾ എന്ന് പറയുന്നത്. അത് തെറ്റാണ്. കാരണം എന്താണ്? കാരണം എന്താണ്? ഇത് പറയുന്നതാണ് ലോമികകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും ഭിത്തിയുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും കുറഞ്ഞ വേഗത്തിലും രക്തം ഒഴുകുന്നതുമായിട്ടുള്ള രക്തക്കുഴലുകളാണ് എന്ന് പറയുന്നത് ലോമികകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും മാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായിട്ടുള്ള കുഴലുകളാണ് ലോമികകൾ എന്ന് പറയുന്നത്. തെറ്റാണ്. സിരകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായിട്ടുള്ള കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത്. ഇനി അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. അത് ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയും ആണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ചർമ്മത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്നു. സൺഷൈൻ വൈറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറവ് കുട്ടികളിൽ എന്താണ്? റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗത്തിനും കാരണമാകുന്നുണ്ട്. റിക്കറ്റ്സ്. നെക്സ്റ്റ്, മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമിഡിയേഷൻ ആണ്. ബയോ റെമിഡിയേഷൻ എന്ന് വെച്ചാൽ ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിച്ച് പരിസ്ഥിതിയിലെ വിഷലിപ്തമായ മാലിന്യങ്ങളെയും എണ്ണച്ചോർച്ചകളെയും വിഘടിപ്പിച്ച് മാറ്റുന്ന ഒരു പ്രകൃതിദത്ത പ്രക്രിയയാണ് ഈ ബയോ റെമിഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മലിനമായ മണ്ണ്, ജലം, വായു ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായിട്ട് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളൊക്കെ ഉപയോഗിക്കും. എന്നിട്ട് അങ്ങനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ബയോ റെമിഡിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനമാണ്? ഭാഗ്യലക്ഷ്മി ഏതിനെയാണ്? പയറിനെയാണ് അല്ലേ. പയറിനെയാണ് ഭാഗ്യലക്ഷ്മി. പിന്നെ ഏതൊക്കെയാണ് പയറിൻ്റെ? ഭാഗ്യലക്ഷ്മി, അതുപോലെ തന്നെ മാലിക, ലോല, മാലിക അല്ലേ. ലോല, മാലിക, ശാരിക എന്നിവയൊക്കെ എന്താണ്? പയറിൻ്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങളാണ്. ഇനി നമുക്ക് വെണ്ടയാണെങ്കിൽ എന്താണ്? വെണ്ട എന്ന് വെച്ചാൽ കിരൺ അല്ലേ. കിരൺ, അനാമിക, സൽകീർത്തി എന്നിവയ്ക്ക് എന്താണ്? വെണ്ടയുടേതാണ്. നെല്ലിനെയാണെങ്കിൽ എന്തൊക്കെയാണ്? പവിത്ര, ഹർസ, അന്നപൂർണ. അതുപോലെ തെങ്ങിനെയാണെങ്കിലോ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ഗംഗാബോധം അല്ലേ. വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്നിവയൊക്കെ എന്താണ്? തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. നെക്സ്റ്റ്, ഉത്കൃഷ്ടവാതകങ്ങളല്ലാത്ത മൂലകം ഏതാണ് തന്നിരിക്കുന്നതിൽ? സിലിക്കൺ ആണ് അല്ലേ. സിലിക്കൺ ആണ്. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ക്രിപ്റ്റോൺ, ആർഗൺ, നിയോൺ, ഹീലിയം, റെഡോൺ, സെനോൺ എന്നിവയൊക്കെ എന്താണ്? ഉത്കൃഷ്ടവാതകങ്ങളാണ്. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ക്രിപ്റ്റോൺ, ആർഗൺ, നിയോൺ. പിന്നെ ഇതൊക്കെയാണ്? ഹീലിയം, റെഡോൺ, സെനോൺ എന്നിവയൊക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിനെയാണ് അല്ലേ? സിങ്കിൻ്റെ പ്രധാനപ്പെട്ട അയിരാണെന്ന് പറയുന്നത് കലാമിൻ എന്ന് പറയുന്നത്. ഇനി അലുമിനിയത്തിൻ്റെ ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ? അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് ആണ്. കോപ്പറിൻ്റെ കുപ്രേറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇരുമ്പിനെ ആണെങ്കിൽ ഏതാണ്? ഹാമറ്റൈറ്റ് ആണ്. എന്നിവയൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജം. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജ്ജമാണ് അല്ലേ? സ്ഥിതികോർജ്ജമാണ് അല്ലേ? വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജം. പുതിയ SCERT-ൽ പറയുന്ന ഒരു പോയിന്റാണ് കോൺഫിഗറേഷനെ കുറിച്ചിട്ട്. പഴയ SCERT-ൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിരുന്നില്ല. പുതിയ SCERT-ലാണ് കോൺഫിഗറേഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ഥിതികോർജ്ജമാണ്. ഇനി ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജമാണ് അല്ലേ? ചലനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജമാണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഒരു കുതിരശക്തി എത്രയാണ്? 746 വാട്ടാണ് അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ എത്ര വാട്ടാണ്? 746 വാട്ടാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ ആറ്റോമിക് മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. റേഡിയമാണ്. റേഡിയം. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? പ്രകൃതിദത്ത പോളിമർ ഏതാണ്? സെല്ലുലോസ് ആണ് അല്ലേ? പ്രകൃതിദത്ത പോളിമർ ഏതാണ്? സെല്ലുലോസ് ആണ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയ ഇതാണ്. ഒരു ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് എന്ന് പറയുന്നത് ഉൽപ്പതനം എന്ന് പറയുന്നില്ലേ? ഉൽപ്പതനമല്ലേ വരുന്നത് അല്ലേ? ഉൽപ്പതനമാണ് നേരിട്ട് വാതകമാകുന്നത്. കർപ്പൂരമൊക്കെ കത്തുന്നത് അല്ലേ? നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്നത്? എത്രയാണ്? എത്ര ഹെഡ്സ് ആണ്? 2000 ഹെഡ്സ് മുതൽ 20000 ഹെഡ്സ് വരെയാണ് മനുഷ്യനെ കേൾക്കാനായിട്ട് കഴിയുന്നത് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2000 ഹെഡ്സ്. ഇനി കാർബൺ 12, കാർബൺ 30, അതുപോലെ തന്നെ കാർബൺ 40 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ് എങ്കിൽ ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? എന്താണ്? കാർബൺ 12, കാർബൺ 30, കാർബൺ 40 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? കാർബൺ 12 ആണ് അല്ലേ? കാർബൺ 12 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് 1-ൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.